ഞങ്ങൾ ബീച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കുന്ന സമയത്ത് ബീച്ചിന്റെ സൈഡിലായിട്ട് 2 കക്ക കണ്ട്, അഥവാ ക്ലാംസ്. അപ്പം ഞാൻ പിള്ളേരുടെ അടുത്തൊക്കെ പറഞ്ഞു, എടാ ഇനി കൂടുതൽ ഇത് കിട്ടാന്നുണ്ടെങ്കിൽ നമുക്ക് കക്ക ഫ്രൈ ഉണ്ടാക്കാമെന്ന്. ഇത് കടലിന്റെ തെര വന്ന് അടിയണ ഭാഗത്ത് ഈ മണ്ണിന്റെ അടിയിൽ ഇങ്ങനെ കൈ ഇട്ടുകൊണ്ട് തപ്പിക്കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും കക്കകൾ. അത് വരുമ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഇതിങ്ങനെ എടുക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ കൊണ്ടുവന്ന് നന്നാക്കി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചേച്ചി വന്നിട്ട് പറയണത്, ഇവിടെ ക്രൈസ്റ്റ് ചർച്ചിൽ ചില ബീച്ചുകളിൽ ഇത് കളക്ട് ചെയ്ത് കഴിക്കരുതെന്നുള്ള വാർണിംഗ് ഉണ്ട്. ബട്ട് ഞങ്ങൾ കളക്ട് ചെയ്ത ദിവസം അങ്ങനത്തെ ഒരു വാർണിംഗ് ഇല്ലാത്തതുകൊണ്ട് ഇതിന് കുറച്ച് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കിയിട്ട് വല്ല കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് മാറ്റി വെച്ചു. ഇവിടെ പല സ്ഥലത്തും ഇത് കളക്ട് ചെയ്ത് കഴിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിലും ടോക്സിൻസ് ഉള്ളതുകൊണ്ട് ഇവിടെ അത്ര സേഫ് അല്ല എന്നാണ് ഗൂഗിളിലൊക്കെ പറയുന്നത്. സോ ഇത് കണ്ടിട്ട് ആരെങ്കിലും കഴിച്ചിട്ട് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. ഇത് വലിയ കക്കയായതുകൊണ്ട് നല്ലോണം വാഷ് ചെയ്തിട്ട് അതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞിട്ട് പല പല ബാച്ചായിട്ടാണ് ഞാൻ അത് വേവിച്ചത്. നാട്ടിലത്തെ പോലത്തെ ഒരു കക്ക അല്ല ഇത്. സോ അതുകൊണ്ട് എനിക്കിതെങ്ങനെ ക്ലീൻ ചെയ്യേണ്ടെന്നൊരു പിടുത്തുണ്ടായിരുന്നില്ല. സോ അതിൻ്റെ മേലുള്ള കുറേ കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു ഭാഗം മാത്രം ഞാൻ എടുത്തത്. ചട്ടിയിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഇട്ട് നല്ലോണം വേവിച്ചിട്ട് നോർമൽ റോസ്റ്റ് പോലെ അങ്ങോട്ട് ഉണ്ടാക്കി. റബ്ബറി സാധനം ഇത് ടേസ്റ്റ് ഉണ്ട്. കഴിഞ്ഞു.